അമേരിക്കയുടെ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ മാർച്ച് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3.5% നിന്നും 3.4% ഇടിയുകയും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഇൻഫ്ലേഷൻ ഡേറ്റ ഏപ്രിൽ മാസത്തിൽ പുറത്തുവിട്ടതിന്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. അമേരിക്കൻ ഇൻഡിസസുകളെല്ലാം തന്നെ 1% ഉയർന്നാണ് ക്ലോസിംഗ് നൽകിയത്. ഇതിന്റെ ഇമ്പാക്ട് കഴിഞ്ഞ ദിവസം ബോണ്ട് യീൽഡിൽ പ്രതിഫലിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ആയത് വഴി വർദ്ധിച്ചിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $82.39 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. 22,200-നടുത്തുള്ള ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 2,832 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,788 കോടിയുടെ ബൈയിംഗ് നടത്തി. ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഗെയിൽ ഇന്ത്യ, സോളാർ ഇൻഡസ്ട്രീസ്, ഇൻഫോ എഡ്ജ് ഇന്ത്യ, വോഡാഫോൺ ഐഡിയ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മദർസൺ സുമി വയറിംഗ് ഇന്ത്യ, എൻഡുറൻസ് ടെക്നോളജി, രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ, ത്രിവേണി ടർബൈൻസ്, കെയ്ൻസ് ടെക്നോളജി, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ, വി ഗാർഡ് ഇൻഡസ്ട്രീസ്, പ്രിസം ജോൺസൺ, പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്, വണ്ടർല ഹോളിഡേ, ജെ കെ പേപ്പർ, ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. ജിൻഡാൽ സ്റ്റെയിൻലെസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% ഇടിയുകയും റവന്യൂ 3.2% ഇടിയുകയും ചെയ്തു. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് പുറത്തുവിട്ടത്. 578 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 501 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇയർ ഓൺ ഇയറിൽ 716 കോടിയിൽ നിന്നും 501 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഇടിയുകയും ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 9,765 കോടിയിൽ നിന്നും 9,484 കോടിയിലേക്ക് ഇടിഞ്ഞു. 9,605 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് നേടിയത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 9.5% ഇടിയുകയും പ്രോഫിറ്റ് മാർജിൻ 11.7%-ൽ നിന്നും 10.9%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ഡിക്സൺ ടെക്നോളജിയും പുറത്തുവിട്ടത്. ഡിക്സൺ ടെക്നോളജിയിൽ നിന്നും 102 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രോഫിറ്റ് 97 കോടിയിലേക്ക് ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം 81 കോടിയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റ് 20.7% വർദ്ധിച്ച് 81 കോടിയിൽ നിന്നും 97 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജിയിൽ നിന്നും 5,040 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് റവന്യൂ 4,688 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂ 3,065 കോടിയിൽ നിന്നും 52% വർദ്ധിച്ച് 4,658 കോടിയായി മാറി. എബിറ്റ 19.2% വർദ്ധിച്ച് 204 കോടിയിൽ നിന്നും 243 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 6.7%-ൽ നിന്നും 5.2%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഫാർമ സെക്ടറിൽ ഡീസന്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് മാൻകൈൻ ഫാർമ. മാൻകൈൻ ഫാർമയുടെ പ്രോഫിറ്റ് 62% വർദ്ധിച്ച് 294 കോടിയിൽ നിന്നും 477 കോടിയിലേക്ക് എത്തി. 384 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 19% വർദ്ധിച്ച് 2,053 കോടിയിൽ നിന്നും 2,441 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 42.5% വർദ്ധിച്ച് 415 കോടിയിൽ നിന്നും 591 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. എബിറ്റ മാർജിൻ 20.2%-ൽ നിന്നും 24.2%-ലേക്ക് ഉയർന്നു. ബെർജർ പെയിന്റിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 186 കോടിയിൽ നിന്നും 223 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 3% വർദ്ധിച്ച് 2,444 കോടിയിൽ നിന്നും 2,520 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതേസമയം എബിറ്റ 4.8% ഇടിഞ്ഞ് 369 കോടിയിൽ നിന്നും 381 കോടിയിലേക്കെത്തി. പ്രീകോളിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 39.3% വർദ്ധിച്ച് 30 കോടിയിൽ നിന്നും 42 കോടിയിലേക്കെത്തി. റവന്യൂ 11.6% വർദ്ധിച്ച് 523 കോടിയിൽ നിന്നും 584 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 20.7% വർദ്ധിച്ച് 61 കോടിയിൽ നിന്നും 74 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റെയിൽ സെക്ടറിലെ ടിറ്റാഗാർ റെയിൽ സിസ്റ്റത്തിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 63%-ഓളം വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 48 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 79 കോടിയിലേക്കാണ് ഉയർന്നത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. 1,122 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1,058 കോടി രൂപയുടെ റവന്യൂ കമ്പനി നേടി. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 974 കോടിയിൽ നിന്നും 1,052 കോടിയിലേക്ക് ഉയർന്നു.
എബിറ്റ 25.7% വർദ്ധിച്ച് 95 കോടിയിൽ നിന്ന് 120 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 9.8% നിന്നും 11.4% ഇംപ്രൂവ് ആവുകയും ചെയ്തു. IT സെക്ടറിലെ റെഡിംഗ്ടൺ ഒരു ഫ്ലാറ്റ് ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 1.4% ഇടിഞ്ഞ് 328 കോടിയിൽ നിന്നും 324 കോടിയിലേക്ക് എത്തി. 329 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 2.7% വർദ്ധിച്ച് 21,849 കോടിയിൽ നിന്നും 22,433 കോടിയിലേക്ക് എത്തി. എബിറ്റ 15.4% വർദ്ധിച്ച് 543 കോടിയിൽ നിന്നും 489 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 2.5% ഇടിഞ്ഞ് 2.5% നിന്നും 2% ഇടിയുകയും ചെയ്തു. IEXന്റെ നെറ്റ് പ്രോഫിറ്റ് 9.5% വർദ്ധിച്ച് 88 കോടിയിൽ നിന്നും 97 കോടിയിലേക്ക് എത്തി. റവന്യൂ 13.3% വർദ്ധിച്ച് 107 കോടിയിൽ നിന്നും 121 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് IEXും കാഴ്ചവെച്ചത്. 98 കോടി രൂപയുടെ പ്രോഫിറ്റും 128 കോടി രൂപയുടെ റവന്യൂവും പ്രതീക്ഷിച്ചെടുത്ത് 97 കോടി രൂപയുടെ പ്രോഫിറ്റും 121 കോടി രൂപയുടെ റവന്യൂവുമാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. LIC ഹൗസിംഗ് ഫിനാൻസിന്റെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റ് 7.6% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് 1189 കോടിയിൽ നിന്നും 1091 കോടിയിലേക്ക് എത്തി. ടോട്ടൽ ഇൻകം 8.1% വർദ്ധിച്ച് 6,415 കോടിയിൽ നിന്നും 6,937 കോടിയിലേക്ക് എത്തി. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റവന്യൂവിൽ 10% വർധനവും പ്രോഫിറ്റിൽ 25% വർധനവും ഉണ്ടായി. അതേസമയം പ്രോഫിറ്റ് മാർജിൻ 11% നിന്നും 10% ഇടിഞ്ഞു. എബിറ്റ 0.5% വർദ്ധിച്ച് 108 കോടിയിൽ നിന്നും 109 കോടിയിലേക്ക് ഉയർന്നു. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. സ്റ്റാർ സിമെന്റിന്റെ മേഘാലയയിലെ 3 യൂണിറ്റുകൾ മെർജ് ചെയ്യുന്നതിന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ക്വിക്ക് ഹീൽ ടെക്നോളജി എന്ന കമ്പനി സൈബർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി FET ഗ്രൂപ്പുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. TVS മോട്ടോർ എന്ന കമ്പനി ഇറ്റലിയിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തു. ഏഷ്യർ മോട്ടോർ എന്ന കമ്പനി ഇലക്ട്രിക് കൊമേഴ്സ്യൽ വെഹിക്കിൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ട്രയാങ്കിൾ ഇൻഫോടെക് എന്ന കമ്പനിയുമായി ചേർന്ന് ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. PSP പ്രോജക്റ്റും സൂരത് ഡയമണ്ട് ബ്രൗസറും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് 170 കോടി രൂപയ്ക്ക് PSP പ്രോജക്റ്റ് എന്ന കമ്പനി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്